ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് രാവിലത്തെ തിരക്ക് പറഞ്ഞ ധോനി ബേബിനെ കുളിപ്പിക്കൽ, കഴിക്കാൻ കൊടുക്കൽ, ഉറക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നുള്ള ആ തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെ അവളെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും താഴത്തെ വീട്ടിലെ അമ്മ വന്നു കേട്ടോ. അപ്പോൾ അവരെ കണ്ടപ്പോൾ അവൾ കൂടെ പോയി. അപ്പോൾ അവിടെ പോയിട്ട് കളിക്കുകയാണ് കേട്ടോ ആള്. അപ്പോൾ ഇനി ഞാൻ എന്തായാലും കുറച്ച് ചെമ്മീനൊക്കെ ഉണ്ടായിരുന്നു, കുറേ ദിവസമായിട്ടോ ചെമ്മീനൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഏട്ടന്. അപ്പോൾ കുറച്ചെടുത്ത് വറുത്തെടുത്ത് നമ്മൾ മുളകൊക്കെ ഇട്ട് വറുത്തെടുത്തിട്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചമ്മന്തി അരയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടന്. അപ്പോൾ ഞാൻ എന്തായാലും അതിന് കുറച്ചെടുത്തിട്ട് ചമ്മന്തി അരയ്ക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് കഴുകിയെല്ലാം വൃത്തിയാക്കിയിട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതൊന്ന് വറുത്തെടുക്കണം. പിന്നെ രാവിലെ അമ്മായി ഇതാ ചോറൊക്കെ അടുപ്പത്താണ് കേട്ടോ. കറിയൊക്കെ നേരത്തെ ആയിരിക്കണം കേട്ടോ. കറിയൊക്കെ ഇത്തിരി നേരത്തെ ആവും. കാരണം അവരൊരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴത്തേന് കറി വയ്ക്കാൻ തുടങ്ങും. നേരത്തെ എണീച്ചാലും കറിയൊക്കെ വെക്കുമ്പോഴത്തേന് 8 മണി 9 മണിയൊക്കെ ആവും. ചോറ് അടുപ്പത്തിടാൻ 10 മണിയൊക്കെ ആവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ കറി എന്ന് പറയുന്നത് വെള്ളക്കടലയാണേ. അത് അമ്മായി തന്നെ വെച്ചിരിക്കണം കേട്ടോ. തക്കാളി സവോള അങ്ങനെയുള്ളതൊന്നും ഇട്ടിട്ട് ഇല്ലാതെ തോന്നുന്നുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് അറിയില്ല, കഴിച്ചിട്ട് ഞാൻ വിവരം പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ പയറുപ്പേരിയൊക്കെ ആയിട്ട് ഉണ്ട് കേട്ടോ. പയറുപ്പേരിയും റെഡിയാക്കി വെച്ചിരിക്കണം അമ്മായി. പിന്നെ രാവിലെ തലേദിവസത്തെ ചോറ് തിളപ്പിച്ച് വാർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇതാ ചെമ്മീനിലേക്ക് കുറച്ച് തേങ്ങയൊന്നും ഇവിടെ കിട്ടാനേ ഇല്ല കേട്ടോ. പിന്നെ കുറച്ച് ഒരു 2 3 4 5 അല്ലി കുഞ്ഞുള്ളിയും കൂടി എടുത്തിട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് എന്തായാലും ഇനി മാങ്ങയാണ് വേണ്ടത് കേട്ടോ. ഞാൻ പുളി ഉണ്ടായിരുന്നു, പുളി വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. സാധാ നമ്മുടെ വാളംപുളിയൊക്കെ ഇല്ലേ, അത് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു എന്തായാലും ഒന്ന് ടേസ്റ്റ് ഇരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടേ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്തായാലും തേങ്ങ അരച്ചതിന് ശേഷം ഈ ഉള്ളിയും കൂടി കൂട്ടത്തിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു ഗ്യാസ് കത്തിക്കാൻ നോക്കുമ്പോൾ ഗ്യാസിൻ്റെ ലൈറ്റർ കത്തുന്നേ ഇല്ല കേട്ടോ. കുറേ മുന്നുള്ളതാണ് ഗ്യാസ്. സ്റ്റൗവ് മേടിച്ച സമയത്തേറ്റുള്ള ഗ്യാസിൻ്റെ ലൈറ്ററാണ് തോന്നുന്നുണ്ട് കേട്ടോ. അത് കത്തുന്നേ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു കത്തിച്ച് അങ്ങനെ ഞാനെന്തായാലും തേങ്ങയും കുഞ്ഞുള്ളിയും അതേപോലെ നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെമ്മീൻ. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് വറുത്തെടുത്തു. പിന്നെ കൂട്ടത്തിൽ മാങ്ങിയ ഒരെണ്ണം പോയി പറിച്ച് കൊണ്ടുവന്നു. നല്ല വെയിലായിരുന്നു കേട്ടോ. പോകുമ്പോൾ ക്യാമറയിൽ നിന്ന് എടുത്തിട്ട് പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ മാങ്ങയൊക്കെ ചെത്തി വൃത്തിയാക്കി നമ്മളതൊന്ന് ചെത്തി എടുത്തിട്ടുണ്ട്, പൂണ്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ചെനവുണ്ട് കേട്ടോ. ചെനച്ചിരിക്കണു മാങ്ങ കേട്ടോ. നല്ല പച്ചയല്ല, ഉള്ളൊക്കെ നല്ല ഒന്ന് പഴുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളമൂവാണ്ടൻ്റെ മാങ്ങയായിരുന്നു. അപ്പോൾ ഇവിടെ ഫ്രണ്ടിലുണ്ടായിരുന്ന അതിന് ചെറിയൊരു മൂച്ചിയിൽ അതിന് ഒരു 5-6 മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഒരെണ്ണം പറിച്ചെടുത്തതാണേ. അപ്പോൾ അങ്ങനെ അതെല്ലാം പൂണ്ടിട്ട് ഞാൻ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടതാ ചമ്മന്തി അരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ തന്നെ കറണ്ട് പോയിട്ടോ. അപ്പോൾ അടുത്ത് മരം മുറിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ആ കറണ്ട് പോയിട്ട് ഇനിയിപ്പോൾ അത് എപ്പോഴും വരും എന്നൊക്കെ വിചാരിച്ചിട്ട് കുട്ടിക്ക് കോറ അരയ്ക്കാനൊക്കെ വേണ്ടിയിട്ടേ രാവിലെ നേരത്തെ ഞാൻ അമ്മിക്കല്ലൊക്കെ കഴുകി വൃത്തിയാക്കി റെഡിയാക്കിയൊക്കെ വെച്ചു കേട്ടോ. വെച്ച സമയത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കോറയൊക്കെ അരിച്ച് എല്ലാം വൃത്തിയാക്കി കഴുകി റെഡിയായി വന്നപ്പോഴത്തേനും കറണ്ട് വന്നു. പിന്നെ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ അതിൽ അരയ്ക്കാൻ നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മിക്സിയിൽ തന്നെ അരച്ചെടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് രാവിലെ വെറുതെ അമ്മിക്കല്ലൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. 2 ട്രിപ്പായിട്ടാട്ടോ ഞാൻ അരച്ചെടുത്തത്. അപ്പോൾ നല്ല അരഞ്ഞിട്ടില്ല, ഒരു മീഡിയം ടേപ്പിൽ അങ്ങനെ ജസ്റ്റ് ഒന്ന് അരച്ചങ്ങനെ എടുത്തിട്ട് അങ്ങനെ റെഡിയാക്കി വെക്കുകയാട്ടോ ചെയ്തത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ രാവിലെ തിളപ്പിച്ചിട്ട് കുറച്ച് ചോറുണ്ടായിരുന്നു. അപ്പോഴത്തേന് തന്നെ സമയം 12 മണിയൊക്കെ ആയിരിക്കണം കേട്ടോ. വിശന്നിട്ട് മനുഷ്യന്. അപ്പോൾ ഞാൻ എന്തായാലും അതിന് കുറച്ച് ചോറൊക്കെ എടുത്തിട്ട് കറിയൊക്കെ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും അതിന് ഒരുപാട് കറിയൊന്നും എടുത്തില്ല, കുറച്ച് കടല എടുത്തിട്ട് കുറച്ച് ചമ്മന്തികളും കൂട്ടിയിട്ട് കുറച്ച് ചോറിനാലോ എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കും. ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടോ. അപ്പോൾ ആ സമയത്തിന് അമ്മയും കഴിക്കാൻ വന്നിരിക്കണോ. അപ്പോൾ അങ്ങനെ അമ്മയ്ക്കും കുറച്ചതിന് ചമ്മന്തിയൊക്കെ എടുത്തു കൊടുത്ത് അമ്മ പറഞ്ഞു അമ്മയ്ക്ക് എരിവ് കൂടുതലാന്ന് പറഞ്ഞു. കറിയാണോ എരിവ് കൂടുതൽ, ചമ്മന്തിയാണോ എരിവ് കൂടുതൽ എന്ന് അമ്മയ്ക്ക് അറിയില്ല. അമ്മയ്ക്ക് ഈ മരുന്നുകളൊക്കെ കഴിച്ചിട്ടേ വായിൽ പുണ്ണ് കാരണേ. അപ്പോൾ അമ്മ പറയാതെ എരിവ് കൂടുതലാണെന്ന് പറഞ്ഞു കേട്ടോ അമ്മ. അപ്പോൾ എന്തായാലും രുചിയിട്ട് ഞാൻ കഴിക്കട്ടെ പറഞ്ഞിട്ട് അതൊക്കെ കൂട്ടി കഴിച്ചു കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ഏട്ടൻ്റെ വർക്കിംഗ് ഡ്രസ്സ് ഉണ്ട് കേട്ടോ അലക്കാൻ. അപ്പോൾ ഞാനത് മറന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ എടുത്ത ഡ്രസ്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നിങ്ങനെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയെന്ന്. അയ്യോ, വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മലയക്കടയൊക്കെ പോകുമ്പോൾ മലമണ്ണും കാര്യങ്ങളും പുല്ല് വെട്ടിയതിൻ്റെ ഈ പുല്ലിൻ്റെ മൊരികളും നിറച്ചുണ്ടാവും.
അപ്പോൾ അത് അപ്പോഴെ തന്നെ കുതിർന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് അലക്കുമ്പോഴും സോപ്പ് കൂട്ടുമ്പോഴൊക്കെ വേഗം നമുക്ക് ചളിയൊക്കെ ഇളകി കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് തലേ ദിവസം വന്നാൽ തന്നെ അത് വെള്ളത്തിലിട്ട് വെക്കിട്ടോ. സോപ്പ് പൊടി ഇട്ട് വെക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തലേ ദിവസം സോപ്പ് പൊടി ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അത് എടുക്കുമ്പോഴത്തേനും ഒരു സ്മെല്ല് വരാൻ തുടങ്ങും കേട്ടോ. അതുകൊണ്ട് അപ്പോൾ ഞാൻ വെറും പച്ചവെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കാറ്. പിന്നെ രാവിലെ നമ്മൾ അലക്കണ ടൈമിൽ കുറച്ച് നല്ല സോപ്പൊക്കെ തേച്ച് നല്ല കയ്യിലിൽ ഇങ്ങനെ ഒരതി തച്ച് തിരുമ്പിയിട്ട് കേട്ടോ. ജീൻസിൻ്റെ ഒക്കെ പാൻറ്റാണ് ഇടാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുല്ലോ കല്ലൊക്കെ വന്ന് അടിച്ചാലേ നമുക്ക് പറയാൻ പറ്റില്ല എന്തൊക്കെയാണ് വന്ന് നമ്മുടെ ദേഹത്ത് തട്ടുക എന്നുള്ളത്. അതിങ്ങനെ ചേട്ടൻ അങ്ങനെ പറയുന്നത് കേട്ടിരിക്കുന്നു കേട്ടോ, മെഷീൻ കൊണ്ട് നമ്മൾ അടിച്ച് എടുക്കണ സമയത്ത്. പിന്നെ ഇപ്പോൾ അവിടെ നല്ല തണലുണ്ട് കേട്ടോ, നമ്മുടെ ഇവിടെ ഈ ഭാഗത്ത് അലക്കുന്ന അവിടെയൊക്കെ കല്ലിൻ്റെ അവിടെ. അതുകൊണ്ട് ഇപ്പോൾ ഏത് നട്ടുച്ചയ്ക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് അലക്കിയെടുക്കാം കേട്ടോ. അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. എന്താണെന്ന് വെച്ചാൽ വെയിലത്ത് നിന്ന് അലക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറിയല്ലേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ വെയിലാണെങ്കിലും നമുക്കിപ്പോൾ അലക്കണം എന്ന് വിചാരിച്ചാൽ അലക്കിയേ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ജീവിതം നമ്മൾ തന്നെ ജീവിച്ച് തീർക്കണ്ടേ. അപ്പോൾ നമുക്ക് ആകെയുള്ളൊരു ജീവിതമാണ്. അപ്പോൾ എന്തുതന്നെയാണെങ്കിലും നമ്മൾ എന്ത് സാഹചര്യമാണെങ്കിലും അതിനെ അതിജീവിച്ചല്ലേ മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി വെയിലും കാറ്റും മഴയൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ പറയുക കേട്ടോ, കാരണം ആദ്യമൊക്കെ നല്ല വെയിലായിരുന്നു കേട്ടോ ഇവിടെ. പിന്നെ അവിടെയുള്ള സൈഡിലുള്ള മരങ്ങളൊക്കെ നല്ല വളർന്നുകൊണ്ട് ഇപ്പോൾ നല്ല തണലാണ് കേട്ടോ. നട്ടുച്ചയാണെന്നുണ്ടെങ്കിലും അവിടെ കുറച്ച് ഭാഗം നല്ല തണലാണ് കേട്ടോ. അതുകൊണ്ട് വലിയൊരു ആശ്വാസമാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വീടിനകത്തിരിക്കുമ്പോൾ നല്ലൊരു ആവിയും ചൂടൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ഭാഗത്തേക്ക് നമ്മൾ തണലത്തേക്കൊക്കെ വന്നാൽ എന്തൊരു ആശ്വാസമാണെന്നറിയാം നമുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അലക്കി എടുക്കുകയാണ്. ഏട്ടൻ്റെ കുറച്ച് തുണികളും അതേപോലെ തോർത്ത് കാല് നല്ല വേർത്ത് പോവും രാശേൻ്റെ. അപ്പോൾ കാല് വഴുതി പോണതിനും നമ്മൾ ഈ ചെരുവിലൊക്കെ നിന്നിട്ടായിരിക്കും ചിലപ്പോൾ മലയിലൊക്കെ അങ്ങനെ നിന്ന് വെട്ടുക. അപ്പോൾ കാല് വഴുക്കി വേർക്കുകയൊക്കെ ചെയ്യുമ്പോഴേ വഴുതി പോണതിനൊക്കെ അങ്ങനെ ഷൂടെ ഉള്ളിലൊക്കെ അങ്ങനെ ഒരു കോട്ടൺ തുണി വെക്കും കേട്ടോ. അപ്പോൾ ആ തുണിയാണ് ഇപ്പോൾ ഞാൻ വാഷ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ കുറച്ച് തുണികളൊക്കെ ഉണ്ടാവും, കട്ട് പീസുകളൊക്കെ അങ്ങനെ ഇത് ഡെയിലി കൊണ്ടുപോകും കേട്ടോ. പിന്നെ തോർത്ത്, പാൻറ്, ഷർട്ട്, ചിലപ്പോൾ ബനിയൻ, ഇപ്പോൾ ഈ ചൂട് കാരണം ഇപ്പോൾ ബനിയൻ ഇടുന്നതേ ഇല്ല കേട്ടോ. അല്ലെങ്കിൽ ദേഹത്തൊക്കെ എന്തെങ്കിലും വന്ന് അടിച്ചാലോ എന്ന് പേടിച്ചിട്ടേ. അപ്പോൾ 2 ജോഡി ഡ്രസ്സാണ് ഇടാറ്, ഒരു ബനിയനോ അല്ലെങ്കിൽ ഒരു കോട്ടൺ ഡ്രസ്സൊക്കെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞ് വീഡിയോ ആണ്. നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് കേട്ടോ. പുതിയ മെമ്പേഴ്സ് എല്ലാവരും നമ്മുടെ ഫാമിലിയിലേക്ക് കടന്നു വരണം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. കൂടെ ആ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താലേ നമ്മൾ അടുത്ത വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, നമ്മുടെ വീഡിയോസ് കാണണേ സ്കിപ്പ് ചെയ്യാതെ. പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങളെല്ലാവരും നമുക്ക് കമൻറ്റ് അയക്കണം കേട്ടോ. കാരണം എന്നാലേ നമുക്ക് അടുത്ത വീഡിയോസൊക്കെ നമ്മൾ നല്ല ഇമ്പ്രൂവ്മെൻറ്റിൽ കൊണ്ടുവരാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഒരുപാട് ചേച്ചിമാരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. ഒരുപാട് സന്തോഷം ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാവരോടും കേട്ടോ. താങ്ക് യു. എല്ലാവരും വീഡിയോ കണ്ടിട്ട് നല്ല അഭിപ്രായം പറയാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. താങ്ക് യു ആൾ, നമ്മുടെ മെമ്പേഴ്സ് കേട്ടോ, നമ്മുടെ ഫാമിലിയിലെ മെമ്പേഴ്സ്. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി കേട്ടോ, ലവ് യു ആൾ, നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാവരോടും കേട്ടോ. അപ്പം അങ്ങനെ വാഷ് ചെയ്യലൊക്കെ കഴിഞ്ഞു. ഞാനിത് ആ ഡ്രസ്സൊക്കെ തോരയിടുകയാണ് കേട്ടോ. അപ്പോൾ ജീൻസൊക്കെ കുറച്ച് വഴുകും എന്തായാലും ഉണങ്ങിക്കിട്ടാൻ. അപ്പോൾ